രുചിക്കൂട്ട്. പൊതുവെ തൈര് എല്ലാവർക്കും ഇഷ്ടമാണ്. പാല് നേരിട്ട് കുടിക്കാൻ ഇഷ്ടമില്ലെങ്കിൽ പോലും തൈര് പലർക്കും ഇഷ്ടമാണ്. തൈരിന് അതിൻ്റേതായ പ്രാധാന്യവുമുണ്ട് താനും. പുളിപ്പിച്ചുണ്ടാക്കുന്ന വിഭവങ്ങൾ പലപ്പോഴും വയറിന് കൂടുതൽ ഗുണകരമാണ്. അത് വയറ്റിനുള്ളിലുള്ള ബാക്ടീരിയയുടെ ആ ഒരു എണ്ണം നിലനിർത്താനും അതുപോലെ തന്നെ വയറിൻ്റെ ദഹന വ്യവസ്ഥയുടെ ആരോഗ്യം കാക്കാനും പ്രത്യേകം സഹായിക്കുന്നു. തൈര് അത്തരത്തിലുള്ള ഒരു ഭക്ഷണമാണ്. ഒരു പ്രോബയോട്ടിക് എന്ന് തന്നെ വേണമെങ്കിൽ വിളിക്കാം. പലതരം ബാക്ടീരിയകൾ ഉപയോഗിച്ച് പലതരത്തിലുള്ള തൈരുകൾ പല പേരുകളിൽ ഇന്ന് നമുക്ക് ലഭ്യമാണ്. അപ്പോൾ സാധാരണ രീതിയിൽ തൈരുണ്ടാക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിച്ചാൽ മാത്രമേ നല്ല രുചിയുള്ള തൈര് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുകയുള്ളൂ. അതിനാദ്യം വേണ്ടത് വെള്ളമൊന്നും ചേർക്കാതെ തന്നെയുള്ള പാല് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക എന്നുള്ളതാണ്. ഒരു 1/4 ലിറ്റർ വെള്ളം ചേർക്കാത്ത പാല് അടുപ്പത്ത് വെച്ച് നന്നായിട്ട് തിളപ്പിക്കുക. തിളപ്പിച്ച് കുറച്ച് സമയം തിളയ്ക്കാൻ അനുവദിക്കുകയും വേണം. അതിനുശേഷമാണ് നമ്മളിത് വാങ്ങി വെക്കേണ്ടത്. വാങ്ങി വെച്ചിട്ട് ചെറിയ ചൂടോടെയാണ് പാല് ഉറയൊഴിക്കേണ്ടത്. 25 ml കട്ട തൈര് ഇതിലേക്ക് ചേർത്തിട്ട് ഒരു 8 മണിക്കൂർ അനക്കാതെ വെക്കണം. അപ്പോഴാണ് നല്ല തൈര് കിട്ടുന്നത്. തൈര് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന സ്റ്റാർട്ടർ അതാണ് ഇതിനൊരു നല്ല രുചി നൽകുന്നത്. നല്ല രുചിയും സുഗന്ധവും നല്ല തൈരിനുണ്ടായിരിക്കും. അപ്പം സ്റ്റാർട്ടർ പുതിയതായിരിക്കണം. അതുപോലെ തന്നെ ഹാനികരമായ ബാക്ടീരിയയുടെ അംശമൊന്നും ഉണ്ടാക്കാൻ പാടില്ല. ചിലപ്പോൾ തൈര് നമ്മൾ ഉറയൊഴിച്ചതെടുത്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ നൂല് പോലെ വരുന്നുണ്ടാകാം. അത്തരത്തിലുള്ള തൈരൊന്നും ഉറയൊഴിക്കാനായിട്ട് ഉപയോഗിക്കരുത്. നല്ല ഫ്രഷ് ആയിട്ടുള്ളത് തന്നെ വേണം സ്റ്റാർട്ടറായിട്ട് എടുക്കാൻ. അതുപോലെ തന്നെ പാത്രം അത് നല്ല വൃത്തിയായിരിക്കണം. കഴിയുന്നതും വെയിലത്തുണക്കി എടുത്താൽ അത് നല്ലത്. പിന്നെ മൺപാത്രങ്ങളിൽ പണ്ട് ഉറയൊഴിച്ചിരുന്നു. അത് ശരിക്കും വളരെ നല്ലതാണ്. വെള്ളം വാർന്ന് നല്ല കട്ടിയുള്ള തൈര് കിട്ടാൻ സഹായിക്കും. അപ്പം പാത്രം പുതിയതായിരിക്കണം, സ്റ്റാർട്ടർ പുതിയതായിരിക്കണം, പാൽ നല്ലവണ്ണം തിളച്ച് ഒരുവിധം വറ്റിയതുമായിരിക്കണം. വഴുവഴുപ്പും ദുർഗന്ധവും ഒന്നുമില്ലാത്ത നല്ല സ്റ്റാർട്ടർ വേണം ഉപയോഗിക്കാനും. ഈ തൈര് ഉപയോഗിച്ച് നമുക്ക് ഒരു നല്ല രുചിയുള്ള ഗുണമുള്ള ഒരു റൈത്ത ഉണ്ടാക്കാം. അതിലേക്ക് നമുക്കൊരു 50 ഗ്രാം മാതളത്തിൻ്റെ അല്ലി എടുക്കാം. പിന്നെ വേണ്ടത് കുറച്ച് വറുത്ത ജീരകമാണ്. അത് ഒരു 1/2 ടീസ്പൂൺ പൊടിച്ചെടുക്കാം. പിന്നെ 1 ടേബിൾ സ്പൂൺ തേൻ, കുറച്ച് ഇഞ്ചി അരച്ചതും ഉപ്പും ഏലക്ക ഒരു നുള്ളും എടുക്കാം. ഇതെല്ലാം കൂടി നന്നായിട്ട് യോജിപ്പിച്ച് ഇളക്കി അപ്പം തന്നെ ഉപയോഗിക്കുക. മാതളപ്പഴത്തിൻ്റെ അല്ലികൾ ചേർത്തത് കൊണ്ട് അധിക നേരം വെച്ച് ഉപയോഗിക്കാൻ നന്നല്ല. എപ്പോഴാണ് നമുക്ക് കഴിക്കാൻ തോന്നുന്നത് അത് വിഭവങ്ങളൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഇത് ഉണ്ടാക്കുക. മറ്റൊരു വിഭവമായി നാളെ. രുചിക്കൂട്ട്. നിർവഹണം ലീന.